ഇന്നിവിടെ ഒരു വെറൈറ്റി റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ റോഗൻ ജോഷ്. ഇതിന് ഞാൻ ഒരു 1.5 കിലോ ചിക്കൻ ആണ് യൂസ് ചെയ്യണത്. ഒരു മിക്സി എടുത്തിട്ട് അതിലെ ഒരു 3 തക്കാളി ഉണ്ട് കേട്ടോ. 3 തക്കാളി, ഒരു 4 ഏലക്ക, നാലോ 5 ഏലക്ക, പിന്നെ ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി നമുക്ക് ആദ്യം അരച്ചെടുക്കാം. ഉണക്കമുളക് വേണമെങ്കിൽ നമുക്ക് ഉണക്കമുളക് യൂസ് ചെയ്യാം. അതേ ടൈമില് കാശ്മീരി ചില്ലി പൗഡർ വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. നമ്മുടെ നല്ല വീട്ടില് ഉണക്കി പൊടിച്ച മുളക് പൊടിയാണ്. ഇതെല്ലാം കൂടി നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല പേസ്റ്റ് ആയി അരച്ചെടുക്കും. അപ്പൊ ഇതുപോലെ നല്ല പേസ്റ്റ് ആക്കി അരച്ചെടുത്തു. ഇനി നമുക്ക് ബാക്കി ഉള്ളി ഫ്രൈ ചെയ്യണ പരിപാടി. ഇതിന്റെ ഉള്ളി ഫ്രൈ ചെയ്യേണ്ടത് ബട്ടറിലാണ്. ഞാൻ എനിക്ക് ഒരു പീസ് ബട്ടർ ഇടുന്നുണ്ട്. ഈ പാത്രം ഒന്ന് ചൂടായിട്ടുണ്ട്. അപ്പൊ അതില് ബട്ടർ കിടന്ന് ഒന്ന് മെൽറ്റ് ആവട്ടെ. അപ്പൊ ബട്ടർ നന്നായി മെൽറ്റായി. അതിലേക്ക് നമുക്ക് ആദ്യം തന്നെ ജീരകം ഇടാം. ജീരകം ഇട്ട് കഴിഞ്ഞ് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ജീരകം ഈ കറിക്ക് മസ്റ്റാണ് കേട്ടോ. അപ്പൊ ജീരകം നന്നായി മൂത്തു. അതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഈ സവാളയിൽ ചെറിയൊരു പീസ് തക്കാളി ഇട്ടിട്ടുണ്ട്, അത് കുഴപ്പമില്ല. എന്നിട്ട് നമുക്ക് ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നല്ല കളർ വരുന്ന വരെ ഞാൻ സവാള വഴറ്റിയാണ്. കുറച്ച് ഉപ്പ് ആഡ് ചെയ്യും. ബട്ടറിലോ നെയ്യിലോ ഉണ്ടാക്കുന്നതാണ് ഇത് വളരെ നല്ലത്. അപ്പോഴേ അതിൻ്റെതായിട്ടുള്ള ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ സവാള ഒന്ന് നന്നായി മൂക്കട്ടെ. അപ്പം നമുക്ക് ഈ ഉള്ളി ഈ തോതിലായാൽ മതി, ഇത്രയായാൽ മതി. അതിലേക്ക് നമുക്ക് പച്ചമുളക് ഒരു 5 പച്ചമുളക് ഞാൻ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് നന്നായി വഴറ്റി കൊടുക്കാം. പച്ചമുളക് ഒന്നായി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഈ ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ചിക്കൻ ഒന്ന് നന്നായിട്ട് വഴറ്റിയിട്ട് ഒന്ന് അടച്ചു വെക്കാം. അപ്പൊ അതിലത്തെ വെള്ളമൊക്കെ അവിടെ ഇറങ്ങി വരുവേ. ഞാൻ ഈ ചിക്കൻ ഇടാൻ പോവാണ്. അപ്പൊ ഈ ചിക്കൻ എന്താവും, ഒന്ന് സോഫ്റ്റ് ആവും. ഇത് ബോൺലെസ് ചിക്കൻ കഴിച്ചിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം. ഞാൻ ഇവിടെ ഇപ്പൊ ബോൺലെസ് അല്ല ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഇത് ഞാൻ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കട്ടെ. എന്നാലേ ഇത് അടിപൊളിയാവുള്ളൂ കേട്ടോ. ഇപ്പോ കണ്ടില്ലേ ചിക്കന്റെ കളർ ചേഞ്ച് ആയി വരുന്നത്. എന്നിട്ട് നമുക്ക് ഇത് ലോ ഫ്ലെയിമില് വെച്ചിട്ട് ഒരു 3 മിനിറ്റ് വേവിച്ചെടുക്കണം. ലോ ഫ്ലെയിമില്. അപ്പൊ അതിന് വെള്ളം ഇറങ്ങി വരും. അപ്പൊ നമ്മള് തീരെ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ, കണ്ടുവാ ചിക്കന് വെള്ളം ഇറങ്ങി വന്നിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഉപ്പ് അടുത്തത്. ഞാനിപ്പോ ഇത്ര ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ അപ്പൊ ലാസ്റ്റ് ചേർക്കാം, അല്ലെങ്കിൽ ഉപ്പ് കൂടി കഴിഞ്ഞാലേ ശരിയാവില്ല. എന്നിട്ട് എല്ലാം കൂടി നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് കൂടി നമുക്ക് ഇത് അടച്ചു വെച്ച് വേവിക്കണം. ഇതിലേക്ക് ഉപ്പൊക്കെ ഒന്ന് പിടിക്കട്ടെ, മസാല പിടിക്കട്ടെ. എന്നിട്ട് ഞാനിത് 2 മിനിറ്റ് ഒന്നും കൂടി അടച്ചു വെച്ച് വേവിക്കുകയാണ്. ലോ ഫ്ലെയിമിൽ തന്നെ വേവിക്കേണ്ടത് കേട്ടോ. അപ്പൊ ചിക്കനൊക്കെ അത്യാവശ്യം വെന്തു തുടങ്ങി. ഇതിലേക്ക് എല്ലാം പിടിച്ചു. നമ്മൾ നേരത്തെ ഇട്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ പിടിച്ചു. അതിലേക്ക് നമുക്ക് മുളക് പൊടിയും തക്കാളിയും കൂടി അരച്ച പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. മുളക് വേണമെങ്കിൽ മുളക് അരക്കാട്ടാ നിങ്ങൾക്ക് തക്കാളിയുടെ ഒപ്പം. ഞാൻ ഇവിടെ പൊടിയാണ് യൂസ് ചെയ്തത്. പിരിയമുളകോ അല്ലെങ്കിൽ കാശ്മീരി മുളകോ എന്ത് വേണമെങ്കിൽ അരയ്ക്കാം. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് ഒന്നിങ്ങനെ ആക്കിയിട്ട് ചേർത്ത് കഴിഞ്ഞ് പിന്നെയും ഒരു 3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചു കൊടുക്കണം.
ഇനി കുറച്ചുകൂടി ഇതിന് പണിയുണ്ട്, എന്നാലേ എൻ്റെ യഥാർത്ഥ ആ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. തിരക്കിട്ട് പിടിച്ചത് ഒട്ടും ശരിയാവില്ല. നന്നായിട്ട് ഇളക്കി ഒന്ന് ചേർക്കട്ടെ ഞാൻ എല്ലാ ഭാഗത്തും കേട്ടോ. കണ്ടില്ലേ കളർ ചേഞ്ച് ആയി വരുന്നേ. എന്നിട്ട് നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പൊ ഞാൻ അത് അടച്ചു വെച്ച് വേവിക്കാൻ പോവുകയാണ്. ലോ ഫ്ലെയിം തന്നെയാണ് കേട്ടോ. ഇനി അടുത്തതിൽ നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ടുള്ള തൈരാണ് ഒരു പാത്രം ചേർക്കണം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി പിടിപ്പിക്കുക 2 മിനിറ്റോളം. എന്നിട്ട് ഈ തൈരൊക്കെ ഒന്ന് ഈ ചിക്കനിൽ പിടിക്കട്ടെ. ലോ ഫ്ലെയിമിൽ തന്നെ ഇത് വേവിക്കണം. അപ്പൊ നമുക്ക് ഉപ്പ് വേണോന്ന് ചേർക്കണം നോക്കാം. ഞാൻ ഉപ്പുണ്ടോ, കുറച്ച് ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് അത് ഇളക്കി കൊടുക്കുക എല്ലാ ഭാഗത്തും. എന്നിട്ട് ഒന്ന് ഈ തൈര് കിടന്ന് വെന്തതിന് ശേഷം ഒരു കപ്പ് വെള്ളം, എന്നിട്ടാണ് അത് നന്നായിട്ട് വേവിച്ചെടുക്കണം. കൂടി വറ്റിച്ചെടുക്കണം. 2 മിനിറ്റ് ആവട്ടെ. അപ്പോ നമ്മുടെ ചിക്കൻ റോഗൻ ജോഷ് റെഡിയായി. അതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. അതോടുകൂടി ഇതിന്റെ പരിപാടി കഴിഞ്ഞു. ബട്ടർ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇത് ഓഫ് ചെയ്യാം. എന്നിട്ട് അടച്ചു വയ്ക്കാം. ഇതെല്ലാവരും ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് സജഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സ് കൂടെ ഞങ്ങളെ അറിയിക്കണം. തുടർന്നും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. പുതിയൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. അപ്പൊ നമ്മളുടെ ബട്ടറൊക്കെ മെൽറ്റായി. ഇനി നമുക്ക് മല്ലിയില ഇട്ടിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാം. മല്ലിയുടെ മണം അസാധ്യമാണ് കേട്ടോ. നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ് അല്ലേ മല്ലിയില. എന്നിട്ട് നമുക്ക് ഇതാണ്ട് അടച്ചു വെച്ചാലോ, അല്ലേ? അടച്ചു വെക്കാം കേട്ടോ.